ഒരു സുപ്രസിദ്ധ നടിയെ ഒരു നടന്റെ നിർദ്ദേശപ്രകാരം ഒരു ഗുണ്ട റേപ്പ് ചെയ്തു എന്നൊരു കേസ് വന്ന സമയത്ത് അടുപ്പിച്ച് ഒരാഴ്ചയോളം ഒരേ വിഷയമാണ് എല്ലാ ചാനലുകളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ജേർണലിസ്റ്റ് മാതൃഭൂമി ന്യൂസിന്റെ തീരുമാനമെടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം കോൾ വന്നു, നിങ്ങൾ എന്താണ് എല്ലാ ദിവസവും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തത്? നമ്മുടെ നാട്ടിൽ ഈ തെരുവ് പട്ടി ശല്യം ഇത്രയധികം പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതെന്താണെന്ന് ചർച്ച ചെയ്തു വേണം അപ്പോൾ ചോദിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് കുറച്ചേരം കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നി. ആ പുള്ളി അപ്പം എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടി ഇപ്പോൾ അത് ചെയ്യണം തീരുമാനിച്ചു. അപ്പം നാളെ നമുക്ക് തെരുവ് പട്ടി ശല്യം ചർച്ച ചെയ്യാം. മറ്റ് എല്ലാ മാധ്യമങ്ങളും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യും. ഈ ആക്ട്രസ് റേപ്പ് കേസ് തന്നെ ചർച്ച ചെയ്യും. ഇവർ മാത്രം തെരുവ് പട്ടി വിഷയം ചർച്ച. നാട്ടുകാർക്ക് വേണ്ട സാധനം അല്ല, അത് പകർച്ചപ്പനി എന്താണ്, വേറെന്തോ വിഷയം, വേറെന്തോ പനിയുടെ എന്തോ കേസോ എന്താണെന്നോ. അവസാനം അടുത്ത ആഴ്ചത്തെ TRP വന്നപ്പോൾ മാതൃഭൂമി അതിൻ്റെ ഏറ്റവും താഴെ കിടപ്പുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും കാണാനുള്ളത് ആ റേപ്പിൻ്റെ വിഷയം തന്നെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ കാണുന്നത് ആ വിഷയമായിരുന്നു. നമ്മളിപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തെ ഡിസ്കസ് ചെയ്തിട്ട് അത് കാണാൻ ആളില്ലേ. നിങ്ങൾ ഒരേ സമയത്ത് എത്തിക്സും പറയും, എന്നിട്ട് അത് ആരും കാണുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. മാധ്യമങ്ങൾക്ക് നൈതികത വേണമെന്ന് പറയും, എന്നിട്ട് കാണേണ്ടവരെല്ലാം മറുവർഷനും എല്ലാ ഇതും വൈറസും പോയി കാണുകയും ചെയ്യും. സർവേ വല്ല പ്രശ്നമല്ലേ? അത് പ്രശ്നമല്ലേ? നിങ്ങൾ ചോദിച്ച അടുത്തതിലേക്ക് കിടക്കാം, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തീർത്തു. ഇതിപ്പോൾ ജനാധിപത്യ സംരക്ഷണത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്ന രൂപത്തിനകത്തേക്ക് നിലവിലത്തെ മാധ്യമങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായിട്ട് ഉന്നയിച്ചു. മാധ്യമങ്ങളുടെ നിലനിൽപ്പിനെ ഭരണകൂടം ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാധ്യമത്തിൻ്റെ ഈ സാമ്പത്തിക വശം കൂടി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒന്ന് തുലനം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാധ്യമത്തിൻ്റെ എത്തിക്സും മാധ്യമത്തിൻ്റെ നിലനിൽപ്പും തുലനം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബദൽ രേഖ എന്ന രൂപത്തിൽ അതിന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്നൊരു ചോദ്യം. അല്ല, നിലവിൽ രണ്ട് മോഡലുകളല്ലേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലുകൾ കാണണം, അതായത് ന്യൂസ് ചാനലിൽ പൈസ കൊടുക്കാതെ കിട്ടുന്ന ചാനലുണ്ടല്ലോ. ആ ചാനലുകളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രിവൺ ആണ്, അതിൽ പരസ്യങ്ങൾ വരുന്നത്. അപ്പം ആ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ആ പരസ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ള ചാനലുകളൊക്കെ കാണുന്നത്. അത് കാണുമ്പോൾ കുഴപ്പം എന്താണ്? ആ ഇൻവെസ്റ്റർക്കെതിരെ നാളെ ഒരു കേസ് വന്നു വിചാരിച്ചു. ഇപ്പോൾ ഒരു പ്രമുഖ വ്യവസായി എന്നല്ലേ പറയുള്ളൂ, അല്ലെങ്കിൽ പ്രമുഖ ജ്വല്ലർ എന്നല്ലേ പറയുള്ളൂ. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എല്ലാ കാലത്തും, അല്ലേ? അപ്പോൾ ആ ബിസിനസ് താല്പര്യങ്ങൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇത് അതിൻ്റെ ലിമിറ്റേഷനായിട്ട് എല്ലാ കാലത്തും തുടരും. അല്ലെങ്കിൽ പിന്നെ വഴിയിൽ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. ഇപ്പം കാരവാൻ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. നിങ്ങൾ കാരവാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാരവാൻ നാളെ ഒരു കേസ് വരുമ്പോൾ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന ആൾക്കെതിരെയാണ് കൃത്യം പറയും. കാരണം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല. അപ്പം ഈ പറഞ്ഞ പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ വന്നാലേ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ രാഷ്ട്രീയവും ഒക്കെ ഇതിനകത്ത് പ്രതിഫലിക്കാം. ഓരോ ചാനലും നിർബന്ധമില്ല, പ്രതിഫലിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. അത് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ മോഡൽ വരികയാണെങ്കിൽ അത് പൈസ, പക്ഷെ അത് അവിടെയും പ്രശ്നമുണ്ട്. പ്രായോഗികമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാർത്ത മാത്രമേ മാധ്യമങ്ങൾ ചെയ്യാൻ പാടൂ എന്ന് പറയുന്ന ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അവർക്ക് പൈസ കൊടുക്കാനും പറ്റില്ല. നല്ല വാർത്തയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അത് സ്വാഭാവികമായിട്ടും വേണ്ടേ. അത് നിലനിൽപ്പില്ലാത്തത് സമൂഹം അത്രയ്ക്ക് വളർച്ചയിലേക്ക് എത്താത്തതുകൊണ്ടാണ്. വാർത്ത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വാർത്തയ്ക്കുള്ള വഴിയും കണ്ടെത്തണം. അതേ ഉള്ളൂ സൊല്യൂഷൻ, വേറെ വഴിയൊന്നുമില്ല. ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഏഷ്യാ ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അദ്ദേഹം പ്രത്യക്ഷമായോ പരോക്ഷമായോ ശ്രമിക്കും. ഞാനാണെങ്കിൽ ശ്രമിക്കും എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഇല്ലേ? അത് വിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ കൈരളി TV എന്ന ചാനലിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കില്ലേ? അപ്പോൾ പറയുമ്പോൾ പറയാതെ പാർട്ടിയുടെ ചാനലാണെന്ന് പറയാം. പക്ഷേ എന്നാലും അല്ലാത്ത ചാനലുകളും ഇപ്പം സ്വന്തമായിട്ട് ചാനലുകൾക്കും ചായലുകളുണ്ട്. എല്ലാ ചാനലുകളും ചായലുണ്ടാവും. അത് മനസ്സിലാക്കി നമ്മളത് കാണാന്നുള്ളതാണ്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ നമ്മൾ നിയമ വിദ്യാർത്ഥികളായതുകൊണ്ടോട് ചോദിക്കുകയാണ്, സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമനിർമ്മാണം നടക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ കേവലമായിട്ട് ഇപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളൊരു മറ്റേ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റൈറ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം മുന്നോട്ട് വന്നത്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് നിയമനിർമ്മാണം നടത്തണ്ട. വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാതിരുന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്ര കേസെടുത്തിട്ടുണ്ടെന്ന് പോയി അന്വേഷിച്ച് നോക്കിയാൽ വളരെ രസകരമാണ്. ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു കേസെടുത്തിരുന്നു. ഒരു കാര്യമില്ലാതെ. അപ്പോൾ നമ്മളിനി പുതുതായിട്ട് നിയമമൊന്നും ഉണ്ടാക്കണ്ട, ഉള്ള നിയമം പ്രയോഗിക്കാതിരുന്നാൽ മതി. അവരോട് റിപ്പോർട്ട് ചെയ്താൽ വഴിക്ക് പൊക്കോളും. ഇപ്പം കേസ് കൊടുത്തതിൽ നമ്മൾ ഭരണകൂടം ഇപ്പോഴത്തെ ഭരണകൂടം അടക്കം ഉണ്ട്. അതാണ് പറഞ്ഞത്. പുതിയ നിയമനിർമ്മാണം അല്ല വേണ്ടത്.
ഗൈഡ് ലൈൻസ് കുറെ കൂടെ സ്ട്രിക്റ്റ് ആക്കാം. കാര്യങ്ങൾ ചെറിയൊരു മീഡിയ സെൻസിറ്റൈസേഷൻ എന്ന സാധനം ആവശ്യമുണ്ട്. ട്രോമ ഇൻഫോംഡ് ജേർണലിസം എന്ന് പറഞ്ഞ സംഗതി കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു ട്രോമയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരുടെ അടുത്താണ് പോകുന്നത്. അവരടുത്ത് മൈക്ക് കൊണ്ട് പോവുകയാണ്. അപ്പോൾ സെൻസിറ്റീവ് മൈക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ ആരോ ഒന്ന് തട്ടിക്കൊണ്ടുപോയി. സംഭവിച്ചാണ് ആബിഗേൽ എന്ന് പറയുന്ന ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പം അവിടെ ട്രോമയിലാണ് ആ കുട്ടി അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത്, അല്ലേ? ട്രോമയിലാണുള്ളത്. അവിടേക്ക് മൈക്ക് കൊണ്ട് ചെന്നിട്ട് എന്ത് ചോദിക്കാം എന്ത് ചോദിക്കരുത് എന്നൊരു സെൻസിറ്റൈസേഷൻ മാധ്യമങ്ങൾക്ക് വേണം. ഞാനൊരു ടി വി ചാനലിൽ കണ്ടത് ഒരു മൈക്ക് കൊണ്ടൊരു പയ്യൻ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിയെ കൊല്ലുമെന്ന് അവർ പറഞ്ഞിരുന്നോ? അപ്പം അച്ഛനും അമ്മയും കുട്ടീനെ കിട്ടിയിട്ടില്ല, തന്നെ കൊല്ലുമോ എന്ന് അവർ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നത് സെൻസിറ്റിവിറ്റി ഇല്ലായ്മയാണ്, ഇൻസെൻസിറ്റീവാണ്. അപ്പം അങ്ങനത്തെ ചില ഗൈഡ് ലൈൻസ്, സ്വയം നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ നിലവിൽ വലിയ മാധ്യമ സ്വാതന്ത്ര്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കേസുകൾ പലപ്പോഴൊക്കെ വരുന്ന ഒഴിച്ചാൽ ഇതിലെ ഈ അജണ്ട സെറ്റിംഗ്, പെയ്ഡ് ന്യൂസ് പോലെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ പെയ്ഡ് ന്യൂസ് ഒക്കെ യഥാർത്ഥത്തിൽ നിരോധിക്കേണ്ടതായിട്ടില്ലേ? ഒരു പരസ്യത്തിനെ വാർത്തയായിട്ട് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ വാർത്തയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പെയ്ഡ് ന്യൂസ് കൺസെപ്റ്റിന് പെയ്ഡ് ന്യൂസ് ഇന്ത്യയിലെ നിങ്ങൾ നിയമ വിദ്യാർത്ഥികളല്ലേ, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഒന്നും നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ നിയമത്തിന് വിധേയമായിട്ടാണ് അവർ ചെയ്യുന്നത്. പുതിയ ലെജിസ്ലേഷൻ വന്നിട്ട് നിങ്ങൾ നിരോധിക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു കോൺക്ലേവ് നടത്തിയ സമയത്ത് കൊടുത്ത വാർത്ത നിങ്ങൾ എത്ര പേര് കണ്ടിരുന്നു? ഇന്ത്യയിലെ മൊത്തം ഹാർഡ് കറൻസിയും നിരോധിച്ചു, ഫുള്ള് ഇനി ഡിജിറ്റൽ കറൻസിയേ ഉള്ളൂ എന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ കോൺക്ലേവിന് വേണ്ടിയിട്ട് ഭാവി ഒരു 30 വർഷം കഴിഞ്ഞാൽ എന്ത് വാർത്ത വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അവർ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തതാണ്. അപ്പോൾ അതിൽ കൊടുത്തുള്ളൊരു വാർത്ത ഡിജിറ്റൽ കറൻസി മാത്രമേ അത്ര അടുത്ത ആഴ്ച മുതലുള്ളൂ, അടുത്ത ആഴ്ച മുതൽ എല്ലാ ഹാർഡ് കറൻസിയും നിരോധിച്ചു എന്നൊരു വാർത്ത അതിനകത്തുണ്ടായിരുന്നു. പലർക്കും അഡ്വർട്ടോറിയലാണ് മനസ്സിലായത്, പരസ്യമായിരുന്നത്. എന്നിട്ട് കേരളത്തിൽ അന്ന് നടക്കാനിരുന്ന 100 കണക്കിന് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ക്യാൻസലായി. ആൾക്കാർ വിചാരിച്ചു ഞാൻ ക്യാഷ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതങ്ങനെ ചിലവാക്കുമെന്ന് വിചാരിച്ചിട്ട് എത്ര പേർക്കന്ന് പണിയിട്ടെന്ന് പറയുമ്പോൾ ഇത് വാർത്ത എന്താണ് പരസ്യം എന്താണെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയിലാണ് നിലവിൽ അഡ്വർട്ടോറിയൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു റെഗുലേഷൻ വരണം. നിയമപ്രകാരം നിരോധിക്കാനൊന്നും പറ്റില്ല, സ്വയം റെഗുലേഷൻ ആണ് അതിൻ്റെ ഒരു വഴി. മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ഭാവി എന്നുള്ളൊരു വശം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലേക്ക് വികസിച്ച് വരുന്ന സമയത്ത് സിറ്റിസൺ ജേർണലിസത്തിൻ്റെ കാലം. ഈ സിറ്റിസൺ ജേർണലിസത്തിൻ്റെ കാലത്ത് ഓരോ മനുഷ്യനും ഓരോ വാർത്ത ഓർഗനൈസേഷൻ ആകുന്ന പുതിയ കാലഘട്ടത്തിൽ മറ്റ് ഈ പറയുന്ന പോലെ മീഡിയ ഓർഗനൈസേഷൻ്റെ ഒരു ഭാവി അത് ഏത് രീതിയിലായിരിക്കും? അല്ല, ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സിറ്റിസൺ ജേർണലിസത്തിന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ബാക്കോട്ട് നിന്ന് ട്രേസ് ചെയ്ത് ക്രെഡിബിലിറ്റി അവരിൽ നിർബന്ധിതമാക്കാൻ പറ്റില്ല. ആളുകൾ എന്തോ വിളിച്ചു പറഞ്ഞതായിരിക്കും, പക്ഷെ ഒരു സ്ഥാപനത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. സ്ഥാപനം അങ്ങനെ പറഞ്ഞാൽ സ്ഥാപനത്തിന് ഡിഫമേഷൻ നേരിടേണ്ടി വരും എന്നുള്ളത് സ്ഥാപനം വെരിഫൈ ചെയ്യുന്നുള്ളതാണ് ഒരു പരിധി വരെ. പിന്നെ അവരുടെ പേഴ്സ്പെക്റ്റീവിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സിറ്റിസൺ ജേർണലിസത്തിന്റെ സാധ്യതകൾ വേറെയാണ്. അതൊരിക്കലും മുഖ്യധാര മാധ്യമങ്ങൾക്കൊരു ബദലാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരിത്രയും പാരഫെർണേലിയെല്ലാം വെച്ചുകൊണ്ട് ഇത്രയും സെറ്റപ്പ് വെച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് എഫിഷ്യൻസി കൂടുതൽ തന്നെ ആയിരിക്കും എല്ലാ കാലത്തും. ഒരേ പണി വീണ്ടും എടുക്കുമ്പോൾ അവർക്ക് അതിന് എഫിഷ്യൻസി കൂടെ അത് റീപ്ലേസ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിറ്റിസൺ ജേർണലിസ്റ്റുകൾക്ക് അതിനേക്കാൾ ഉപരി ഇപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് സോളോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് വാർത്ത അപ്പം നമ്മുടെ രവീഷിനെ എടുക്കുകയാണ്. രവീഷ് ഒറ്റയ്ക്കാണ് വാർത്ത വിഷയം. പക്ഷെ വാർത്ത ഗ്യാതറിങ്ങിലേക്കൊന്നും ആരും പോയിട്ടില്ല. എല്ലാം വിശകലനങ്ങളും ഇന്റർവ്യൂകളും ഒക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ വാർത്ത ഗ്യാതറിങ് ശ്രമകരമായൊരു പണിയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന വാർത്തകൾ ഗ്യാതർ കൊണ്ടുവരണമെങ്കിൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ അതിന്റെ സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാകും, അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സംസാരിച്ച് വെച്ചിട്ട് തുടങ്ങാം. ഈ ജനാധിപത്യത്തിനകത്ത് മാധ്യമങ്ങളുടെ ഇൻവോൾവ്മെന്റ്, അതായത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിഷയം. അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയെങ്കിൽ പത്രം കൊണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ ആ രീതിക്കകത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിനകത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം. മാധ്യമങ്ങൾ കൊണ്ട് സാമൂഹിക മുന്നേറ്റം, മാധ്യമങ്ങളുടെ സാമൂഹിക മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുബോധത്തെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന തലത്തേക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിനകത്തേക്ക് ഉള്ളൊരു മുന്നോട്ട് വരും മാധ്യമങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പം RTI എന്ന് പറയുന്ന നിയമം പാസ്സായത് മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ നാട്ടിൽ നടന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ വീണ്ടും RTI ആപ്ലിക്കേഷൻസ് സബ്മിറ്റഡ് ആയത്, അതുകൊണ്ടല്ലേ പലതും പുറത്തോട്ട് വന്നത്, അല്ലേ? അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫീസിൽ പോകുന്ന ഹാജർ നില പുറത്തു കൊണ്ടുവന്നത് RTI ആപ്ലിക്കേഷനാണ്.
അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പോൾ അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടാണല്ലോ ഇങ്ങനത്തെ നിയമം ഉണ്ടെന്ന് അറിയുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന പലതും അറിയുന്ന മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. മാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള ഇപ്പം മാധ്യമങ്ങൾ സമൂഹത്തിൽ എന്ത് പരിവർത്തനം കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുന്നത് മറ്റേ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് എന്ത് സാമൂഹിക പരിവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തനം മാത്രമല്ലേ സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ ഡ്യൂട്ടി, ബാക്കി ആർക്കൊന്നുമില്ല. അതേ ഡ്യൂട്ടിയൊക്കെ നമുക്കുള്ളൂ. നമ്മുടെ ജോലി എന്താണ് റിപ്പോർട്ട് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്ന് പരിവർത്തനം ഒന്നും ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മാത്രം സോളോ റെസ്പോൺസിബിലിറ്റി അല്ല നാട്ടിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും എല്ലാ കാലത്തും നടക്കുന്ന ചർച്ചകളിലും പിന്നെ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും രണ്ട് സൈഡിലാണ് അടി നടക്കുന്നത്. അത് വേറെ വിഷയമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും ഇതിനൊക്കെ കൊട്ടേഷൻ ഒന്നിച്ച് കിട്ടുന്ന മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് നൈതികതയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ആ ഓഡിറ്റിങ്ങിന്റെ ഭാഗമാണ് എല്ലാ കാലത്തും മാധ്യമപ്രവർത്തകർ. അത് വേണമെന്നാണ്. ആ ഉത്തരവാദിത്വം ഇല്ലായ്മ കുറെ കാലമായിട്ട് സ്ലോപ്പി ആയിട്ട് പെരുമാറുന്നുണ്ട് പലരും. ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സാമൂഹിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറയുന്നത് കാര്യം. ട്രാൻസ്പെറൻസി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കേരളത്തിലെ ഒരു സ്ഥലത്തും ഒരു ഓഫീസിലും ഒന്നും അങ്ങനെ ബ്ലൈൻഡായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇടപെടുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, റിപ്പോർട്ട് ചെയ്യും, പുറത്തു വരും, ആൾക്കാർ അറിയും എന്നുള്ള പേടി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പൊതുവെ അഴിമതിയും സാധനങ്ങളൊക്കെ. അപ്പം അത് മാധ്യമത്തിന്റെ സാന്നിധ്യം കൂടിയതുകൊണ്ട് തന്നെയല്ലേ അല്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസുകളുടെ ഒരു കാലഘട്ടത്തിനകത്ത് ഒരു ന്യൂസ് സംഭവിച്ചു എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കേസരി ബാലകൃഷ്ണ പിള്ളയാണെന്ന് തോന്നുന്നു ഈ ഒരു ഇത് മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ബുള്ളറ്റിന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ ബുള്ളറ്റിൻ ഉണ്ടെങ്കിൽ അതിലൊരു 8-10 മിനിറ്റ് പരസ്യമായി, പിന്നെ ഈ കണ്ട ബ്യൂറോയിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നതാണ്. അപ്പോൾ നമുക്ക് എന്നോടൊക്കെ പറയാം, ഞാൻ എനിക്ക് അനുഭവിച്ചൊരു കാര്യം പറയാം. ഒരു ദിവസം മിലൻ കുന്ദേര മരിച്ചു. ഞാനവിടെ റിസർച്ച് ഡെസ്കിലുള്ള സമയം മിലൻ കുന്ദേര, എത്ര പേർക്ക് മിലൻ കുന്ദേര അറിയാം? അവിടെ കേട്ടിട്ടുണ്ടോ പേര്? അതൊരു ചിന്തകരുണ്ടായിരുന്നു മിലൻ കുന്ദേര. അപ്പോൾ അദ്ദേഹം മരിച്ചത് 12:30-ക്കാണ്. അപ്പോൾ അടുത്ത ബുള്ളറ്റിൻ എത്ര മണിക്കാണ്? 4 മണിക്ക് 5 മണിക്കാണ് ബുള്ളറ്റിൻ. അപ്പോൾ എനിക്കൊരു 2 മണിക്കാണ് പറയുന്നത് മിലൻ കുന്ദേര മരിച്ചു, അദ്ദേഹത്തെക്കുറിച്ച് 2 മിനിറ്റിൽ ഒരു സാധനം 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എക്സ്പ്ലെയിൻ തരണം പറഞ്ഞു. ഈ മിലൻ കുന്ദേര എന്ന് പറയുന്ന ആളാരാണെന്ന് ഞാൻ ഇതിനിടയ്ക്ക് മനസ്സിലാക്കണം, എന്നിട്ട് പോയി പഠിച്ചുണ്ടാക്കി വന്നിട്ട് എഴുതാനുള്ളത് 2 മിനിറ്റ് സമയം. ഈ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരാളെ ഉപസംഹരിക്കുക, അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമുക്ക് സമയമില്ല. ഞാൻ ചോദിക്കും, ഞാനൊരു 3 മിനിറ്റിന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് വെട്ടി അലങ്കോലമാക്കി 2 മിനിറ്റ് ആക്കിയിട്ട് കൊടുക്കും. സമയമില്ല. എല്ലാ ബ്യൂറോയിൽ നിന്നുള്ള ബുള്ളറ്റിനും കൊടുക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ടെലിവിഷൻ മാധ്യമ രംഗത്ത് സമയമില്ലായ്മയുടെ പ്രശ്നം വരാതെ ഉണ്ട്. ഇപ്പം എന്തൊരു സംഭവം നടന്നാലും ഉടനെ അങ്ങ് ലൈവ് പോകും. ലൈവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലൈവിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ പ്രോഗ്രാംസിന് പോകാൻ സമയമില്ല. അപ്പോൾ ന്യൂസിൽ പ്രോഗ്രാംസിന് ഇപ്പോൾ സ്ഥാനം വളരെ കുറഞ്ഞിട്ടുണ്ട്, സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയം ഇപ്പോഴത്തെ ലൈവ് കൾച്ചർ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അല്ലാതെയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു വൈകുന്നേരത്തിൽ 4:30 സമയത്തൊരു ഞാനൊരു പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് വാർത്ത കൊടുക്കുന്ന മറ്റു 2 ചാനലുകളുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ TRP സ്വാഭാവികമായിട്ട് കുറയും. ആ വാർത്തയ്ക്കായിരിക്കും TRP കൂടുതൽ. കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്ലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി കാരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും പോലെ സാമൂഹിക സേവനമൊന്നും ടെലിവിഷനിൽ നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങി വന്ന് യൂട്യൂബിൽ സാമൂഹിക സേവനം നടത്താൻ തീരുമാനിച്ചത്. കാരണം അവിടെ സമയത്തിന് ഒരു ബന്ധമില്ല. ഇവിടെ 2 മിനിറ്റ് 3 മിനിറ്റ് പറയുന്നത് യൂട്യൂബിൽ വന്ന് ആരും പറയില്ല, വേണ്ടവരൊന്ന് കണ്ടോളൂ. TV-ക്ക് അങ്ങനെ മാധ്യമത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി എളുപ്പമല്ല. ഇൻസ്റ്റന്റ് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഷെയറിങ്ങിൻ്റെ ഇതായിട്ടുള്ളൊരു സമയത്തിന് ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, ഈ സത്യം നാടറിഞ്ഞ തന്നെ കള്ളം നാട് ചുറ്റും എന്നുള്ള രീതിയിലേക്ക് പോകുന്ന നിലവിൽ മാധ്യമങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ന്യൂസുകൾ പെട്ടെന്ന് ഔട്ട് ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നതിനെക്കാട്ടും മുന്നേ തന്നെ അതിന് ബദലായിട്ട് മറ്റൊരു ന്യൂസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റന്റ് ന്യൂസ് ഷെയറിംഗ് ഇത്തരത്തിലൊരു അപകടകരമായിട്ടുള്ള സൈഡ് കൂടി ഇല്ലേ? ഉണ്ട്. കാള പറ്റുമെന്ന് കയറെടുക്കരുത് എന്ന് പണ്ട് വെറുതെ അല്ല പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ ന്യൂസുകൾ വരും, അത് ബസ്റ്റ് ചെയ്യപ്പെടും ഉടനെ എന്നുള്ളതാണ്. ഇപ്പം അത് വലതുപക്ഷത്ത് വരുന്ന ന്യൂസുകളാണെങ്കിൽ അത് ബസ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ഇടതുപക്ഷ ഫാക്ട് ചെക്ക് സംഘങ്ങളുണ്ട്, സത്യാനന്തം പോലുള്ള പരിപാടികളുണ്ട്. നിങ്ങൾ അതൊക്കെ ഇടയ്ക്കെടുത്ത് കാണാം. അപ്പോൾ ഈ ന്യൂസ് തെറ്റായിരുന്നു എന്നും ഇതിപ്പം അതൊക്കെ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളും അജണ്ടകളും ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കള്ള വാർത്തയെ പൊലിപ്പിച്ചാൽ ആളുകളുടെ മനസ്സിലേക്ക് അത് കടക്കും. ഇത് കള്ളവാർത്തയാണെന്ന് മനസ്സിലായ കാര്യം ചിലപ്പോൾ അത്രയ്ക്ക് എത്തിക്കൊള്ളുന്നില്ല. ഈ കള്ളവാർത്തയായിട്ടാണ് നിൽക്കും സാധനം, സംഗതി അതുപോലെ നിൽക്കും. മറ്റേ
വാട്സപ്പിനെ പറ്റി പറയുന്നത് ഒരു വലിയ തമാശ കേട്ടിട്ടുണ്ടാവും. ഒരു കുട്ടി സ്കൂളിൽ പോവാണ്, സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി, യൂണിഫോം ഇട്ടാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് അമ്മ ഒരു ഫോട്ടോ എടുത്തു മോളുടെ. അപ്പോൾ കുട്ടിയെ കുറച്ച് കാണാമല്ലോ, കൊച്ചു കാണാതെ. അപ്പോൾ അമ്മ ഈ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ടിട്ട് എൻ്റെ കൊച്ചിനെ കാണാനില്ല, ആരെ കണ്ടിട്ടുന്ന ആരെയും ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കണം, അപ്പോൾ എൻ്റെ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ കുട്ടിക്ക് സ്കൂൾ ബസ് മിസ്സായിട്ട് പിന്നെ കുട്ടിയെ ഒന്ന് നടന്നു പോയി കാണാതെ. ഓണ വഴിക്ക് എവിടെ വെച്ചിട്ട് ഈ വാട്സാപ്പ് മെസ്സേജ് കണ്ട ഒരാൾ ഈ കൊച്ചിനെ കണ്ടു, വീട്ടിൽ കൊണ്ടാക്കി. അമ്മ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ കുട്ടിക്ക് ജന്മത്തിൽ നിന്ന് വരെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരെയും വിളിച്ചു പോയിട്ടില്ല. ഈ മെസ്സേജ് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് പ്രശ്നമുണ്ട്. സൈബർ മീഡിയയിൽ കുഴപ്പമെന്ന് വെച്ചിട്ട് ഒരു ലിങ്ക് വന്നിട്ട് ഏത് സമയത്തേനൊന്നും ആരും നോക്കൂല. ടി വി ഒന്നും പറയാനില്ല. നിങ്ങൾ ആരും ടി വി കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. ഞാൻ ഫേസ്ബുക്കിലും മറ്റേ യൂട്യൂബിലൊക്കെ വരുന്ന ലൈവൊക്കെ കാണുന്നു, ടി വി ആയിട്ട് കാണുന്നില്ല ആരും. അപ്പോൾ ഈ വരുന്ന ലിങ്കിന്റെ സമയം കാലമൊന്നും പറയാൻ പറ്റില്ല, ആരും നോക്കാറില്ല ഏത് സമയത്ത് വന്ന ന്യൂസാണെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞൊരു പ്രശ്നമാണ്, കാലഗണന വലിയ പ്രശ്നമാണ് ഈ വാർത്തകളുടെ. ഈ നിങ്ങൾ പറഞ്ഞ വളരെ വലിയ പ്രശ്നമാണ്, അത് നിലവിലുണ്ട്. നമുക്ക് ചോദ്യോത്തര സെക്ഷനിലേക്ക് കടക്കാൻ പോകും. അപ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും